ഹലോ ഗൈസ്, വാട്സ്ആപ്പ്. എല്ലാവർക്കും ജേർണി ഓഫ് ഫ്രിജിത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയത്തിലാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. അതെ, തൃശ്ശൂരുകാരുടെ സ്വന്തം ചാവക്കാട് സ്ഥിതി ചെയ്യുന്ന മറൈൻ വേൾഡിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ വേൾഡിന്റെ ഉള്ളിലാണ്. ഇപ്പൊ നമുക്ക് കയറുന്ന സമയത്ത് തന്നെ മറൈൻ വേൾഡിന്റെ തന്നെ ട്രെയിന് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ കഴിച്ച് നമ്മൾ കയറി വരുന്ന ടൈമിൽ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് അവിടുന്ന് 2 മാംഗോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുക. അപ്പൊ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ടിക്കറ്റ് എടുക്കാനാണ് കേട്ടോ പോകുന്നത്. ഇതാണ് നമ്മളുടെ ടിക്കറ്റിന്റെ സൈൻ ബോർഡ്. ഇതിലാണ് നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും അഡൾട്ടുകൾക്കും ഒക്കെ ഉള്ള ടിക്കറ്റിന്റെ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതുവഴി ഇങ്ങനെ നടന്നു പോകാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മറൈൻ വേൾഡിന്റെ ഉള്ളിലേക്ക് പോവാ. വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു കാറിന്റെ ഉള്ളിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഭയങ്കര അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറേ സിറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെ അണ്ടർ വാട്ടറിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ കുറേ അടിപൊളി മീനുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മുതലാവുന്ന ഒരു ഐറ്റമാണ് മറൈൻ വേൾഡ്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ അലിഗേറ്റർ കാറുകളാണ് കേട്ടോ. ഇവര് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ നല്ല വൈറ്റ് കളറും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു കേട്ടോ. ഗൈസ്, നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഫിഷ് സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് സുഖമാണ്! ഇങ്ങനെ തണുത്ത വെള്ളവും അതിൽ നമുക്ക് മീന് സ്പാ ചെയ്ത് തരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് ഫസ്റ്റത്തെ ഭാഗം കഴിഞ്ഞതിന് ശേഷം വേറെ ഭാഗത്തേക്ക് പോകാൻ കേട്ടോ. റെയിൻ ഫോറസ്റ്റ് എന്നാണ് അവരതിനെ പേരിട്ടിട്ടുള്ളത്. അവിടുന്ന് കുറെ വലിയ മീനുകളെയും അരാപ്പൈമീനെയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ അടിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ മീനിനെ കണ്ടത്. ഈ മീനേതാ നിങ്ങൾക്ക് മനസ്സിലായോ? അത് പഫർ ഫിഷ് ആണ്. അങ്ങനെ ഈ മീനുകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളൊരു ടണലിന്റെ ഉള്ളിലേക്ക് പോയി. അവിടെയാണെന്നുണ്ടെങ്കിൽ നിറച്ച് മീനുകളാണ്. അതായത് അരാപ്പൈമ, അലിഗേറ്റർ, അങ്ങനെ പല തരത്തിലുള്ള കുറേ മീനുകളുണ്ട്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. വയസ്സായവരും ചെറിയ കുട്ടികളും ചെറിയ പ്രായത്തിലുള്ള വളരെ കുഞ്ഞു മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ സ്കൂബ ഡൈവറിനെ കണ്ടു. സ്കൂബ ഡൈവറിനെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ചു നേരം ആംഗ്യ ഭാഷയൊക്കെ കാണിച്ച് ഹൈഫൈ ഒക്കെ കൊടുത്ത് കുറച്ചു നേരം അങ്ങനെ നിന്നു. മാഡത്തിന്റെ പേരെന്താണ്? പേര് ഷെറീന. എന്റെ മോന്റെ പേര് ഇവിടെ മീനുകളൊക്കെ നാച്ചുറൽ ഹാബിറ്റാറ്റ് തന്നെയാണ് വളർത്തുന്നത്. അതെ. അപ്പൊ അവരുടെ ഫീഡിംഗ് ഒക്കെ എങ്ങനെയാ? ഫീഡിങ് മോർണിംഗിൽ കഴിയും. ഞങ്ങള് വർക്കിന് ഓപ്പൺ ആവുന്നതിന്റെ മുന്നേ തന്നെ ഞങ്ങളെല്ലാം അവരുടെ വേറെ സ്റ്റാഫുകളുണ്ട്, അവര് വന്നിട്ടൊക്കെ ചെയ്യും. ഈ സ്കൂബ ഡൈവേഴ്സ് സ്ഥിരം അവിടെ ടൂറിസ്റ്റുകൾ വരുന്ന ടൈമില് അവിടെ തന്നെ ഉണ്ടാവല്? ഉണ്ടാവാറുണ്ട്. അവർക്ക് 2 ടൈമില് വർക്കുണ്ട്. ഫിഷുകളൊക്കെ എവിടുന്നാ കൊണ്ടുവന്നത്? പുറത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന ഫിഷുകളാ. പക്ഷെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇവിടെ തന്നെയാണ്. എന്നാലും കൂടുതലും മീനുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഫിഷുകളാണ്. എത്ര വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? ഇവിടെ ജനുവരി 4 വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പൊ ഗൈസ്, നമ്മളെ മറൈൻ വേൾഡിൽ നിന്ന് ഉള്ള കുറെ മത്സ്യങ്ങളെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് നോക്കി നോക്കെ. അതിനുശേഷം നമുക്കുള്ള ആക്ടിവിറ്റീസിൽ ഒന്നാണ് ഇവിടുത്തെ ഫിഷ് ഫീഡിങ്. അവിടെ കുറെ മീനുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റോർ ഉണ്ട്. അവിടെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കാം. അപ്പൊ ഗൈസ്, നമ്മള് മറൈൻ വേൾഡിൽ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ മറൈൻ വേൾഡ്. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ വീഡിയോ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.